ആർ എസ് എസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മുമ്പ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളൂ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അവസ്ഥ ആർ എസ് എസിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഏതൊരു സംഘടനയുടെയും സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യപ്പെട്ട ഏത് മാധ്യമപ്രവർത്തകർക്കും അത് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ CPM-ൻ്റെ സെക്രട്ടറി ആരാണ്, അല്ലെങ്കിൽ CPI-യുടെ ആരാണ്, അതിനേക്കാൾ ചെറിയ പാർട്ടികളുടെ ചോദിച്ചാൽ പോലും പറയും. പക്ഷേ RSSൻ്റെ കേരളത്തിലെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർ, ഞാൻ പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും ഒന്ന് പരുങ്ങും. കാരണം അറിയില്ല ആളുകൾക്ക് എന്താണ് ആ പൊസിഷൻ്റെ പ്രാന്ത സംഘചാലക് എന്നാണ് തോന്നുന്നതിന് പറയാം. പ്രാന്തം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ ആരാണ്, RSSൻ്റെ ലീഡർ ആരാണ് എന്ന് ചോദിച്ചാൽ പല മാധ്യമപ്രവർത്തകർക്കും അറിയില്ല. കാരണം ഒന്നാമത് ഇവർ വാർത്താ സമ്മേളനം നടത്താറില്ല, പ്രകടനങ്ങൾ നടത്താറില്ല, പൊതുസമ്മേളനങ്ങൾ നടത്താറില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ നടത്താറില്ലല്ലോ. ഇപ്പോൾ RSSൻ്റെ മാധ്യമ വാർത്താ സമ്മേളനം, പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കമൻറ്റ് ചെയ്യില്ല. അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വിജയദശമി ദിനത്തിൽ ഈ വടിയും പിടിച്ചിട്ടൊരു പരിപാടിയുണ്ട്, പഥസഞ്ചലനം എന്ന് പറയും. പിന്നെ ഉള്ളത് ഇവരുടെ എന്താണ് കാര്യകാരി സഭ എന്നോ സദസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചില കലണ്ടർ പ്രോഗ്രാംസ് ഉണ്ടാവും. അതിന് നിശ്ചിത ഇടവേളകളുണ്ടാവും. ആ കലണ്ടർ പ്രോഗ്രാംസിനോടനുബന്ധിച്ച് ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ദത്താത്രേയ ഹൊസബോളെ അങ്ങനെ മാധ്യമങ്ങളെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ അഖില ഭാരതീയ സഭ എന്നൊക്കെ എന്തോ പറഞ്ഞിട്ട് ഗുജറാത്തിൽ ഈടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം മാധ്യമങ്ങളായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്ത് സംസാരിക്കുന്നത് ഈ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ആയിരിക്കില്ല, ആ സഭയിലുണ്ടായിട്ടുള്ള അവരുടെ താത്വിക വിചാരങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ RSS അവരുടേതായ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അസംഖ്യം ഈ ഫീഡർ ഓർഗനൈസേഷൻ അവർക്കുണ്ട് എല്ലാ മേഖലകളും. ആ ഫീഡർ ഓർഗനൈസേഷനാണ് അവർ ചിലപ്പോൾ പത്രസമ്മേളനം നടത്തുകയോ പത്രക്കുറിപ്പുകൾ ഇറക്കുകയോ അല്ലെങ്കിൽ ഈ മാധ്യമ സമ്പർക്ക പരിപാടികൾ നടത്തുകയോ ചെയ്യും. അതിലൂടെ പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ നോക്കാൻ പ്രചാരകന്മാർ നിശ്ചയിച്ചു കൊടുക്കുന്നു. ഈ പ്രചാരകന്മാർ നിശ്ചയിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള വിവിധ മേഖലകൾ ഇവർ പ്രചാരകന്മാരെ നിശ്ചയിക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അസം, നാഗാലാൻഡ്, ഈ പ്രദേശങ്ങളൊക്കെ മലയാളികളായിട്ടുള്ള മുഴുസമയ പ്രചാരകർ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അത് അവർ വേറൊരു പ്രവർത്തന രീതിയാണ്, നമ്മുടെ ആധുനിക സംഘടനാ രീതികൾക്ക് അതൊന്നുമില്ല. അപ്പോൾ BJP, എൻ്റെ പോയിൻ്റ് അതാണ്. BJPയിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ ഒരാളുണ്ടാവും, അതാണ് സംഘടനാ സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ പിൻവലിച്ചു എന്ന് പറയുന്നത്. ഈ സംഘടനാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണാറുണ്ടോ? കാണാറില്ല. മാധ്യമപ്രവർത്തകർക്ക് അറിയുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്, RSSൻ്റെ താല്പര്യങ്ങൾ BJPയിൽ നടപ്പിലാക്കുക. അപ്പോൾ BJPയിലെ സെക്കൻഡ് ഇൻ കമാൻഡാണ് കേട്ടോ അത്. പ്രസിഡൻറ്റിനെ നമുക്കറിയാം, BJPയുടെ പ്രസിഡൻ്റ് ആരാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള ഈ സംഘടനാ സെക്രട്ടറി ആർക്കും അറിയില്ല. അദ്ദേഹം അദൃശ്യനായി മാധ്യമങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ RSS BJPയിൽ കാര്യങ്ങൾ അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. മുതിർന്ന ഒരു പ്രചാരകനെ സംഘടനാ സെക്രട്ടറിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു, അദ്ദേഹമാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിലൂടെ അവരുടേതായ ഒരു രീതിയിൽ അവർ കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഘടനാ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ഘടനയാണത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഘടനാ സെക്രട്ടറി മാറ്റി എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ RSS 2 സംസ്ഥാന കമ്മിറ്റികളായി കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മൾ ഈ 2024 സംഭവിച്ചൊരു കാര്യമാണ്. അതിൻ്റെ തീരുമാനം കഴിഞ്ഞ വർഷം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാന്തങ്ങളാണ് കേരളം. പ്രാന്തം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരപ്രാന്തമുണ്ട്, ദക്ഷിണ പ്രാന്തമുണ്ട്. കൊച്ചിയിൽ നിങ്ങോട്ടും അതെ. ഇങ്ങനെയൊക്കെ ശാഖകളുടെ എണ്ണം, പ്രവർത്തകരുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് അവരെടുക്കുന്നൊരു തീരുമാനമാണ്. നേരത്തെ കാസർഗോഡ് ഈ കാസർഗോഡ് താലൂക്ക് ഉണ്ടല്ലോ, ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറമുള്ള സ്ഥലം, അത് കേരള പ്രാന്തത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അത് മംഗലാപുരം ഖണ്ഡിൻ്റെ ഭാഗമായിരുന്നു. മംഗലാപുരം ഖണ്ഡ് എന്ന് പറയുമ്പോൾ കർണാടകയിലെ പ്രാന്തത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കുവറിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന RSS നേതാക്കന്മാരാണ്. അവർക്ക് ജില്ല തന്നെ 10-30 ജില്ല ഇപ്പം കോഴിക്കോട് മഹാനഗറുണ്ട്, വടകരയുണ്ട്, എനിക്കൊന്ന് താമരശ്ശേരി ഉണ്ടെന്ന് തോന്നുന്നു. ചെങ്ങന്നൂർ ജില്ല ചെങ്ങന്നൂർ ജില്ലയുണ്ട്, ശബരിഗിരി ജില്ലയുണ്ട്. അങ്ങനെയൊക്കെയുള്ള
ജില്ലയുണ്ട്, വിഭാഗമുണ്ട്, ഖണ്ഡമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സംഘടനാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഘടനാ സെക്രട്ടറിയെ പിൻവലിച്ചു എന്നുള്ളതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 തവണ അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി, അത് ഈ പറഞ്ഞ മാതിരി ഒരു എന്താണ് സർവാധികാരിയായിട്ടുള്ളൊരു നേതാവ്, അതൊക്കെ ഉണ്ടാക്കുന്ന ചില കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ട്, ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ BJP തന്നെ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ RSSനേക്കാൾ കേമന്മാരാണ് എന്ന് തോന്നുന്ന BJP നേതാക്കന്മാരുണ്ട്. അവർ നടത്തുന്ന പ്രസ്താവനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ ഒരു റിഫ്റ്റ് നിശ്ചയമായിട്ടും ഉണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ളൊരു ആഭ്യന്തരമായ മെക്കാനിസം ഈ സംവിധാനത്തിനുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതൊരു ഔട്ട് ഓഫ് കൺട്രോളായിട്ട് പോകും എന്ന് വിചാരിക്കാൻ കഴിയില്ല.